Good morning, sir. Tansya, good morning. Good morning, sir. Shira, good morning. Anjana Shankar, good morning. Yes, Sudhi SMS, good morning. Okay, let us start. Yes, sir. Okay, let us start. Okay, Anjana, let us start. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത ഒരു റിപ്പോർട്ട് സ്പീച്ച് പറഞ്ഞ സംഗതിയിലൂടെ നമുക്ക് കടക്കാം. അതിനു മുമ്പ് ഞാൻ രണ്ട് കാര്യങ്ങൾ ചെറുതായിട്ട് പറയുകയാണ്. നമ്മളിപ്പോ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആരോടെങ്കിലുമൊക്കെ ഒരു വഴി ചോദിക്കുകയോ അതുമല്ല എങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ബസ് സ്റ്റാൻഡ് എവിടെയാണെന്നോ ഹോസ്പിറ്റൽ എവിടെയാണെന്നോ ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഒരു പൊളൈറ്റ് ആയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഉണ്ട്. അതാണ് വുഡ് യു പ്ലീസ്. അതാണ് വുഡ് യു പ്ലീസ്. വുഡ് യു പ്ലീസ്. അത് നമ്മളോട് ആരോടെങ്കിലും ഒരു സ്ഥാപനം എവിടെയാണെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഗതി നമ്മൾ അന്വേഷിക്കുന്ന സംഗതി എവിടെയാണെന്ന് നമ്മൾ തിരയാൻ വേണ്ടിയിട്ട് വേറെ സിറ്റത് ചോദിക്കരുത്. വുഡ് യു പ്ലീസ് എന്ന് ആദ്യം പറഞ്ഞതിന് ശേഷം അതിന്റെ കൂടെ അത് പറയാം. അപ്പൊ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കാൻ മതി നിങ്ങൾ, വുഡ് യു പ്ലീസ് എന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ് ഉപയോഗിക്കും. വുഡ് യു പ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉപയോഗിക്കേണ്ടത് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. വുഡ് യു പ്ലീസ് കം വിത്ത് മീ, എന്റെ കൂടെ വരാമോ? വുഡ് യു പ്ലീസ് ടെൽ മീ ദ ട്രൂത്ത്, എന്നോട് സത്യം പറയാമോ? വുഡ് യു പ്ലീസ്. അപ്പൊ മറക്കണ്ട, വുഡ് യു പ്ലസ്, അപ്പൊ ഒന്ന് എഴുതി വെച്ചേക്ക് എവിടെയെങ്കിലും, വുഡ് യു പ്ലസ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. വെർബ് വുഡ് യു പ്ലസ് വി ബ്രാക്കറ്റിൽ പ്രസന്റ് തരിക മതി. വുഡ് യു പ്ലസ് വി, വുഡ് യു പ്ലസ് വി ബ്രാക്കറ്റില് പ്രസന്റ്. പ്രസന്റ് യെസ്. അപ്പൊ പ്രസന്റ് മീൻസ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ഓക്കെ, ഇനി അപ്പൊ നിങ്ങള് ഞാൻ ചോദിക്കാം, താൻസിയ, Yes, sir. ബസ് സ്റ്റാൻഡ് എവിടെയാണ്? ഇംഗ്ലീഷിൽ പറഞ്ഞ യു വുഡ് യു വെച്ചിട്ട് ഒരാളോട് ചോദിക്കുകയാണ് വന്നു കഴിഞ്ഞപ്പോ ബസ് സ്റ്റാൻഡ് എവിടെയാണ്. അപ്പൊ ആദ്യം തന്നെ ചോദിക്കുക, എന്നോട് പറയാമോ? അത് ആദ്യം പറഞ്ഞു. Would you please stand bus stand? അങ്ങോട്ട് പോലെ ബസ് സ്റ്റാൻഡ് ഒക്കെ അവിടെ നിൽക്കട്ടെ. എന്നോട് പറയാമോ? ബസ് സ്റ്റാൻഡ് എന്നൊരു സംഗതി ഇല്ലെന്ന് വിചാരിച്ചു. എന്നോട് പറയാമോ? Tell me. യെസ്, ഇവിടെ ഇതാണ് കറക്റ്റ്. വുഡ് യു പ്ലീസ് ടെൽ മീ, ദയവായിട്ട് എന്നോട് പറയാമോ. ഇനിയാണ് ചോദിക്കേണ്ടത് എവിടെയാണ് ബസ് സ്റ്റാൻഡ്.
യെസ്. അതിനിടയിൽ കൊണ്ടുവന്ന ബെസ്റ്റ്. വുഡ് യു കഴിഞ്ഞ പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ്. അപ്പൊ ആദ്യം പറയുമ്പോൾ വുഡ് യു കഴിഞ്ഞിട്ട് ബസ് സ്റ്റാൻഡ് കയറ്റി. അത് കയറരുത്. ആദ്യം പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ് ആണ് വുഡ് യു കഴിഞ്ഞതിന് ശേഷം. ഈ കറക്റ്റ് എന്ന് പറഞ്ഞു. വുഡ് യു tell me please bus stand? അല്ല, would you please tell me bus stand? ബസ് സ്റ്റാൻഡ്. അപ്പൊ അതിനകത്ത് ഒന്നുകൂടി നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. നോക്കിയേ, വുഡ് യു പ്ലീസ് ടെൽ മീ. അതുവരെ താൻസിയെ പറഞ്ഞത് കറക്റ്റ് ആണ്. എവിടെയാകുന്നു ബസ് സ്റ്റാൻഡ്? എവിടെയാകുന്നു ബസ് സ്റ്റാൻഡ്? എവിടെ എന്നുള്ളൊരു വെയർ ഈസ് ദ ബസ് സ്റ്റാൻഡ് നമ്മൾ സാധാരണ വെയർ ഈസ് പറയല്ലേ. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഒരു ഭംഗിക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ആ ഈസ് എന്നുള്ളത് ലാസ്റ്റ് പറഞ്ഞ നല്ല ഭംഗിയായി. അപ്പൊ നമ്മൾ എന്ത് പറയും? വുഡ് യു പ്ലീസ് ടെൽ മീ വെയർ ദ ബസ് സ്റ്റാൻഡ് ഈസ്. ഇതാണ് കറക്റ്റ്. വെയർ ദ ബസ് സ്റ്റാൻഡ് ഈസ്. ഓക്കെ ശ്രുതി, കറക്റ്റ് ആണ്. വുഡ് യു പ്ലീസ് ടെൽ മീ വെയർ ദ ബസ് സ്റ്റാൻഡ് ഈസ്. അതൊന്ന് പറഞ്ഞ് താങ്ക്സ് ചെയ്യാം. കറക്റ്റ് ചെയ്ത് പറഞ്ഞു. വുഡ് യു താങ്ക്സ് ചെയ്യാം. യെസ്, താങ്ക്സ് വരുമെന്ന് വിചാരിക്കാം. യെസ്, അഞ്ജന ശങ്കർ. അഞ്ജന ശങ്കർ. യെസ്. നിമിഷ പാറു. Yes, sir. ഓക്കെ. നിമിഷ പാറുവിനുള്ളത് മെഡിക്കൽ കോളേജ് എവിടെയാണെന്ന് പറയാം. Could you please tell where is the medical college? ഒന്നുകൂടി. Would you Please tell where is the medical college? ആ ഈസ് എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് ഒന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി. ഈസ് മാത്രം ലാസ്റ്റ് പറഞ്ഞു. ഈസ് എന്നുള്ളത് ലാസ്റ്റ് പറഞ്ഞാണ്. ഓക്കെ ശ്രുതി. Could you please tell where is the ഈസി ആർക്കല്ലേ? ഈസി വേണം. വെയർ. tell me where medical college is. Yes, very good. Okay, then here, would you please tell me? ദയവായിട്ട് എന്നോട് പറയാമോ വെയർ ദ മെഡിക്കൽ കോളേജ് ഈസ്. എവിടെയാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയാം. കറക്റ്റ്. ഹീര ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് ഹീര നിൽക്കുന്നത്. ചോദിക്കുകയാണ് അവിടുത്തെ ഒരു സെയിൽസ് ഗേളിനോട് സാരി സെക്ഷൻ എവിടെയാണ്? Yeah. Would you please tell me where the saree section is? Yes, very good. Would you please tell me where the saree section is? എവിടെയാണ് സാരി സെക്ഷൻ? നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ആ സാരി സെക്ഷൻ ഉള്ളത് മാറ്റിയിട്ട് അവിടെ വേറെ ചേർത്താൽ മതി. ചുരിദാർ സെക്ഷനോ അല്ലെങ്കിൽ മറ്റേത് ഐറ്റമാണ് നിങ്ങൾക്ക് തിരയേണ്ടത് ആ സെക്ഷന്റെ പേര് അങ്ങനെ ചേർത്താൽ മതി. യെസ്, ഓക്കെ. ശ്രുതി SMS. എവിടെയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറയാമോ? Would you please tell me where the employment exchange is? Yes, would you please tell me where the employment exchange is? Correct. Very good. Yes. Srilakshmi Devi. Srilakshmi. Yes, Srilakshmi വരുമെന്ന് വിചാരിക്കാം. ആര്യ വിജയൻ. Yes, Anjana, are you ready? Okay, sir. Okay. Very good. ഞാൻ നേരത്തെ വിളിച്ചിരുന്നു, അപ്പൊ കിട്ടിയില്ല. എന്തോ നെറ്റ് കിട്ടിയില്ലായിരുന്നു, കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടായില്ലേ? ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് മാറ്റി പിടിക്കാൻ ഞാൻ. ഓക്കെ സുലക്ഷ്മി. ഓക്കെ ഗെറ്റ് റെഡി. യെസ്. അപ്പൊ നമ്മളോട് പറഞ്ഞു
ഹോസ്പിറ്റലിലേക്കുള്ള വഴി പറഞ്ഞു തരാമോ? ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അഞ്ജനക്ക് തരുന്നത്. അഞ്ജനയുടെ നാട് എവിടെയാ? തിരുവല്ല, പത്തനംതിട്ട. പത്തനംതിട്ട. അപ്പൊ കോട്ടയം വഴിയല്ലേ പോകുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കാം, കോട്ടയത്തേക്കുള്ള അടുത്ത ബസ് എത്ര മണിക്കാണെന്ന് ഒന്ന് പറയാമോ? ചോദിക്കുന്നത് നമ്മൾ KSRTCയുടെ കൗണ്ടറിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, കോട്ടയത്തേക്കുള്ള അടുത്ത ബസ് എത്ര മണിക്കാണെന്ന് പറയാമോ? ഈ നേരത്തെ ഞാൻ ഈ പറഞ്ഞ വുഡ് യു പ്ലീസ് വെച്ചൊന്ന് പറഞ്ഞു. Would you please tell me കറക്റ്റ് ആണ് അത്രയും പേര്. വുഡ് യു പ്ലീസ് the next bus in the Kottayam route? കോട്ടയം റൂട്ട്. നെക്സ്റ്റ് ബസ് ഇൻ ദ കോട്ടയം റൂട്ട്. ഓക്കെ. സംഗതി ഇത് പറയുമ്പോൾ അവർക്ക് പിടികിട്ടും, അവരത് പറയും. നമുക്ക് ഒന്നും കൂടി ഒന്ന് എഡിറ്റ് ചെയ്യാം. അപ്പോ ഏത് സമയത്താണ് എന്നുള്ളൊരു വേർഡ് അവിടെ വരാതെ ഉണ്ട്. അപ്പൊ വാട്ട് ടൈം, ഏത് സമയം, വാട്ട് ടൈം ഈസ് നെക്സ്റ്റ് ബസ് ടു കോട്ടയം. വാട്ട് ടൈം ഈസ് നെക്സ്റ്റ് ബസ് ടു കോട്ടയം എന്ന് പറഞ്ഞെങ്ങനെ? Would you please tell me what time is next bus to Kottayam? What? ഏത് സമയം? What? What time is next bus to Kottayam? Yes. Okay. Yes. Then Nimisha. Nimisha അല്ല, Sulashmi, are you ready? Yes. Okay. അപ്പൊ നമുക്ക് ഓക്കെ. നിമിഷ രവി, സെന്റൻസ് ഇതാണ്, ബാംഗ്ലൂർക്കുള്ള അടുത്ത ട്രെയിൻ എത്ര മണിക്കാണെന്ന് ഒന്ന് പറയാമോ? When could you the bus to Bangalore? യു പ്ലീസ് ഒടുങ്ങിയിട്ട് വെച്ചിട്ട് അവിടം വരുന്നു പറയാം. വളരെ സിമ്പിൾ ആയിട്ട്. ദയവായിട്ട് എന്നോട് പറയാമോ? Could you please tell me? Would you please tell me? Would you please tell me the bus to Bangalore? ബസ് ടു, അടുത്ത ബസ്. അപ്പൊ നെക്സ്റ്റ് ആയിരിക്കണം. നമ്മൾ ട്രെയിനാണ് പറഞ്ഞത്. നെക്സ്റ്റ് ട്രെയിൻ ടു ബാംഗ്ലൂർ. അപ്പൊ അതിന്റെ മുന്നിൽ ഒരു വാട്ട് ടൈം. Please tell to the next bus to Bangalore. Would you please tell me what time the next bus to Bangalore? Okay. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കിയത്. വുഡ് യു പ്ലീസ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വേർന്ന് ചേർക്കുക. ഓക്കെ. വുഡ് യു പ്ലീസ്. അപ്പൊ എപ്പോഴും ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മറന്നു പോകരുത്. എപ്പോഴും എന്ത് ചേർത്ത് പറയണം? വുഡ് യു പ്ലീസ് എന്ന് പറഞ്ഞ സംഗതി ചേർത്ത് പറയണം. യെസ്. ഓക്കെ. അപ്പൊ അത് നമ്മൾ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് ഒരു സംഗതി പഠിച്ചു വെച്ചതാണ്. യെസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തത് വേറെ ഒരു സംഗതിയാണ്. നിങ്ങളുടെ നോട്ടില് ഒരു വരി മാത്രം എഴുതുക. ഓക്കെ അഞ്ജന, ഞാൻ പറയുന്നത്. She said. വെച്ചിട്ടുള്ള ഇതാണോ, സെന്റൻസുകളാണോ പറയണേ? ക്വസ്റ്റ്യൻസ് ആണോ അടുത്ത് പറയണത്? അല്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് നമ്മളിപ്പോ ആരോടെങ്കിലും ക്വസ്റ്റ്യൻസ് ആണോ? അതെ, വുഡ് യു വെച്ച്. നമുക്ക് അടുത്ത ദിവസം വരുമ്പോ ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്നുള്ളത് നോക്കാം. ഇപ്പൊ നമ്മൾ വുഡ് യു വെച്ചാണ് പറഞ്ഞത്. വിരോധമില്ലെങ്കിൽ പറയാമോ എന്ന് ചോദിക്കില്ലേ? അതൊക്കെ അടുത്ത പ്രശ്നം. യെസ്, ഇതാണ് ഒരുമിച്ച് പറഞ്ഞിരുന്നോ. ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞ വാചകം ഷീ സെറ്റ്. ഇനി ഇൻവെർട്ടർ കോമയുടെ അകത്ത് എഴുതുക I study STUDY. I study English poem. I study English poem. Inverted comma close here. Okay. ഇത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇതും നമുക്ക് പലപ്പോഴും സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടി വരും. അതായത് നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു,
ആര്യയോട് പറഞ്ഞു. ആര്യയോട് പറഞ്ഞത് ബിസ്മിയാണ്. പിന്നീട് ആര്യ ഈ കാര്യം ശ്രീലക്ഷ്മിയോട് പറയുന്നു. ബിസ്മി എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ബിസ്മി പറഞ്ഞത് എന്താണ്? അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്ന സംഗതി വരുന്നത്. രാവിലെ ഭർത്താവ് ജോലിക്ക് പോകുന്നു. ജോലിക്ക് പോകുമ്പോൾ ഭർത്താവ് പറയുന്നു, വൈകിട്ട് ഞാൻ 5 മണിക്ക് വരാം. വൈകിട്ട് ഞാൻ 5 മണിക്ക് വരാം. ഇത് ഭർത്താവ് പറഞ്ഞാണ്. ഓക്കെ ശ്രീലക്ഷ്മി, വൈകിട്ട് ഞാൻ 5 മണിക്ക് വരാം. ഭർത്താവ് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ അകത്തോട്ട് ചെന്നിട്ട് മക്കളോട് പറയണം, വൈകിട്ട് ഞാൻ 5 മണിക്ക് വരാം എന്ന് പറയുമ്പോ അച്ഛൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ കിട്ടില്ലല്ലോ അവർക്ക്. അപ്പൊ എന്ത് പറയണം? അച്ഛൻ പറഞ്ഞു, അച്ഛൻ വൈകിട്ട് 5 മണിക്ക് വരാമെന്ന്. ഇങ്ങനെ തന്നെ പറയണം. അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു, ഞാൻ 5 മണിക്ക് വരാമെന്ന്. അപ്പൊ ആ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിപ്പോ യെസ്, ഇത്രയുള്ള സംഗതി. വെരി ഗുഡ്. അപ്പൊ അതൊന്ന് നമ്മൾ സെൻസ് വെച്ചൊന്ന് ആലോചിച്ചാൽ മതി. യെസ്, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഷീ സെഡ്, അവൾ പറഞ്ഞു, ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയി. ഇതിന്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ 2 വെർബ് കാണുന്നുണ്ട്. ഒന്ന് സെഡ് വെർബാണ്, SAID സെഡ്. പിന്നെ ആ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് STUDY സ്റ്റഡി, പഠിക്കുക, അതും വെർബാണ്. അപ്പൊ 2 വെർബ് കാണുന്നു. നമ്മൾ മനസ്സിലാക്കുക, ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബിനെ പറയുന്ന പേരാണ് റിപ്പോർട്ടിംഗ് വെർബ്. ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബിനെ പറയുന്ന പേരാണ് റിപ്പോർട്ടിംഗ് വെർബ്. അപ്പൊ നമ്മളിവിടെ നോക്കുക, ഇവിടെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? റിപ്പോർട്ടിംഗ് വെർബാണ്. യെസ്, റിപ്പോർട്ടിംഗ് വെർബാണ്. യെസ്, ഈ റിപ്പോർട്ടിംഗ് വെർബിന്റെ ടെൻസ് നോക്കാം. സേ എന്നാണെങ്കിൽ പ്രസന്റ് ടെൻസ് ആയിരുന്നു, സെറ്റ് എന്നാകുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള സെന്റൻസുകളെ എങ്ങനെയാണ് മാറ്റേണ്ടത്? ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ വേറെ നിയമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിൽ വരുന്നത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. യെസ്, അപ്പൊ സെറ്റ് എന്ന് പറഞ്ഞ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ്. ഇനി ഇവിടെ നോക്കാം, ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം. അത് നോക്കി, ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം എന്ന് പറയുമ്പോൾ ശ്രുതി SMS ഏത് ടെൻസിലാന്ന് പറയാമോ? സിമ്പിൾ പ്രസന്റ് സർ. വെരി ഗുഡ്, സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ്. കാരണം എന്താണ്? ഐ സബ്ജക്റ്റ് ആണ്, സ്റ്റഡി ഈസ് ദ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണ്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാവുകയും ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റുമാണെങ്കിൽ ആ സിമ്പിൾ പ്രസന്റിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയിടണം. ഇത് ഓർത്തിനാണ്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാവുകയും ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റുമാണെങ്കിൽ ആ സിമ്പിൾ പ്രസന്റിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയത്. യെസ്, അപ്പൊ കറക്റ്റ്. യെസ്, ഇനി നമുക്ക് എങ്ങനെ മാറ്റുന്നുള്ളത് നോക്കാം. യെസ്, ഇവിടെ പറയുന്നത് ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം. ഈ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ തന്നെ അല്ലേ? അല്ലേ? അവള് പറഞ്ഞു. അവൾ എന്നുള്ള സ്ഥലത്ത് നമുക്ക് രമണി എന്ന് പറയാം. രമണി പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷ് പോയം പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? രമണി തന്നെയാണ്. യെസ്, അപ്പൊ ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ഷീ തന്നെയാണ്. അവിടെ രമണി എന്നുള്ളതിന് പകരം രാമനായിരുന്നെങ്കിലും അപ്പൊ ഐ എന്ന് ഉദ്ദേശിക്കുന്നത് രാമനായിരിക്കും, ഹി ആയിരിക്കും. യെസ്, അപ്പൊ നമുക്ക് പറയാം, ഷീ ടോൾഡ്. സെറ്റ് എന്നുള്ളതുകൊണ്ട് ടോൾഡ് എന്നല്ല, ടോൾഡ്. എന്നിട്ട് ഇൻവെർട്ടഡ് കോമയുടെ അകത്തേക്കുള്ള എഴുതുന്നതിന് തൊട്ട് മുമ്പ് ഒരു ദാറ്റും കൂടി ചേർത്തിട്ടുണ്ട്. ഷീ ടോൾഡ് ദാറ്റ്. ഓക്കെ, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ എന്ന് തന്നെയാണ് പറഞ്ഞു. അപ്പൊ ഐക്ക് പകരം ഷീ എന്ന് പറയാം. യെസ്, ഓക്കെ. ഷീ സ്റ്റഡി പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ എന്ത് ചെയ്യണം? പാസ്റ്റ് ടെൻസ് വെക്കണം. ഓക്കെ ശ്രുതി, സ്റ്റഡീഡ്, STUDIED, സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയി. കറക്റ്റ് ആയി.
അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? ഷീ ടോൾഡ് ദാറ്റ് ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയം. STUDIED സ്റ്റഡീഡ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? ഇവിടെ നമ്മൾ ചെയ്തത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന് നേരെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയത്. ഇതുള്ളൂ സംഭവം. യെസ്. ഇനി ഞാൻ ഈ സെന്റൻസിനൊന്ന് മാറ്റും. അപ്പൊ പറയുന്നത് രണ്ടാമത്തെ, അപ്പൊ അതൊന്ന് എഴുതിക്കൂടെ, എന്റെ ആൻസർ എഴുതി. ഷീ ടോൾഡ് ദാറ്റ് ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയം. യെസ്. അടുത്തത് ഇതേ വാചകം. ഷീ സെറ്റ് യു സ്റ്റഡി, YOU, യു സ്റ്റഡി ഇംഗ്ലീഷ് പോയം. ആ യു സ്റ്റഡി ഇംഗ്ലീഷ് പോയം എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയുടെ അകത്തില്ല. യു സ്റ്റഡി ഇംഗ്ലീഷ് പോയം. ഓക്കെ, അവിടെ നോക്കി. അവള് പറയുകയാണ്, അവൾ, നിങ്ങളൊരു മനസ്സിൽ പേര് വെച്ചു, നീ ഇംഗ്ലീഷ് യെസ്. ഇവിടെ ചോദ്യമില്ല, ചോദ്യമല്ല. അപ്പൊ നമുക്ക് ടോൾഡ് തന്നെ പറഞ്ഞാൽ മതി. യെസ്. ഇവിടെ നമ്മൾ കാര്യം ശ്രദ്ധിക്കുക. ഞാനാണ് പറയുന്നത് കേട്ടാ. ഈ ഷീ എന്നുള്ളത് ഞാനെന്ന് വിചാരിക്കും. ഞാനിപ്പോ അഞ്ജലിയെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഇംഗ്ലീഷ് പോയം പഠിക്കുന്നു. ഞാൻ അഞ്ജലി നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അഞ്ജലി ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അനുജത്തിയോട് പറയുമ്പോൾ എന്ത് പറയും? സാറ് പറഞ്ഞു നീ ഇംഗ്ലീഷ് പോയം പഠിക്കുന്നത്. അപ്പൊ അഞ്ജലി അല്ല ഇംഗ്ലീഷ് പോയം പഠിക്കുന്നത്, അഞ്ജലിയുടെ അനിയത്തിയാവില്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ അഞ്ജലി വീട്ടിൽ ചെല്ലുമ്പോൾ എന്താണ് പറയേണ്ടത്? സാറ് പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് പോയം പഠിക്കുന്നു. അടാ. യെസ് ലക്ഷ്മി, can you mistake ഉണ്ട്? ഞാൻ ഇംഗ്ലീഷ് പോയം പഠിക്കുന്നത്. അപ്പൊ ആ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ എന്ന് മാറ്റും. പിടികിട്ടിയില്ലേ? ഞാൻ അഞ്ജലിയോട് പറയുന്നു, അഞ്ജലി എന്ന് വീട്ടിൽ ചെന്ന് പറയുമ്പോ ഞാൻ അഞ്ജലിയോട് നേരിട്ട് പറയുമ്പോൾ നിങ്ങൾ എന്ന് പറയും. അഞ്ജലി വീട്ടിൽ ചെന്ന് വേറെ ആളോട് പറയുമ്പോ ഞാൻ എന്ന് പറയും. യെസ്. ഓക്കെ. അപ്പൊ എന്ത് വരും? ഇത് ബാക്കിയുള്ള നിയമങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. She told that I studied English. അപ്പൊ ഇങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ അതിനകത്ത് വരും. ആ വ്യത്യാസങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അത് നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. നിങ്ങളോട് പറഞ്ഞിട്ട് വേറെ ആളോട് നിങ്ങൾ പറയുമ്പോൾ എങ്ങനെ പറയുന്നുള്ള കാര്യം ശ്രദ്ധിച്ചാൽ ഇറ്റ് ഈസ് ഓക്കെ. യെസ്. അപ്പൊ ഇവിടെ കിട്ടിയാലോ? അപ്പൊ ഇതിന്റെ ആൻസർ ശ്രദ്ധിക്കൂ. She told that I studied STUDIED. I studied English poem. I studied English poem. Yes. Here that. They said in inverted comma, we love India. Inverted comma close here or not anything. അടുത്തത് ബോയ്സ് സെറ്റ്. ഇനി ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് എഴുതിക്കോ. We play cricket. PLAY cricket in the evening. We play cricket in the evening. ഓക്കെ. കണ്ടോ? ചെയ്തോളൂ. ഞാൻ ഈ പറഞ്ഞ നിയമങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്യുക. കേട്ടോ?
Okay, Lashmi. Okay, then Sia. Aditya ko പറഞ്ഞില്ലല്ലേ? We love India. Okay. പറയാം ശ്രീലക്ഷ്മി. They said ഇവിടെ കോമഡാകത്ത് we love India. Okay. Your answer is right. Okay. ശരിയാണ്. അപ്പൊ ഞാനൊന്ന് വായിക്കുന്നത്. ആദ്യത്തെ ഞാൻ പറഞ്ഞത് they said അവര് പറഞ്ഞു we love India. ഞങ്ങൾ ഇന്ത്യ സ്നേഹിക്കുന്നു. ആ ഞങ്ങൾ എന്ന് പറഞ്ഞ അവര് തന്നെയാണ്. But they told that they loved loved India. അടുത്തത് ബോയ്സ് സെറ്റ് ആൺകുട്ടികൾ പറയുന്നു ഞങ്ങൾ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കുന്നു. ആ ഞങ്ങൾ എന്ന് പറഞ്ഞ ആൺകുട്ടികൾ തന്നെയല്ലേ. അപ്പൊ ബോയ്സ് ടോൾഡ്, വീണ്ടും ബോയ്സ് എന്ന് പറയണ്ട, ആൺകുട്ടികൾ, പിന്നെ നമ്മൾ അവർ എന്ന് പറഞ്ഞാൽ മതി. ആദ്യം ആൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ എന്ന് പറഞ്ഞാൽ മതി. ആ അവർ എന്നുള്ളതിന് ഇതേ. അപ്പോ ബോയ്സ് ടോൾഡ് ദാറ്റ് they played cricket in the evening. Seriously, loud natram, loud. Okay. Control it. They said. SID said. In better comment, we miss MISS. We miss our train. அடுத்தது he said. രണ്ടാമത് he said. In better comment, you love your mother. You love your mother. You better come close here. Okay, here you go. Okay, then here. Okay, Sudhir. Okay, Kira. Kira ഒരു വാക്ക് വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. അവർ എന്നുള്ളതിന്റെ വന്നിട്ടില്ല. Okay, correct. Seriously, okay.
ശ്രുതി ഓക്കെ? അല്ല ശ്രുതി അതിനകത്ത് ചെറിയൊരു ഓക്കെ. യെസ്, ആയി. പിന്നെ അതിനകത്ത് വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പറയാനായിട്ട്. ഓക്കെ. യെസ്, ശ്രുതി. അതായത് ശ്രുതി പറയുന്നത് ആര്യോടാണ്. ഓക്കെ. അപ്പൊ ആര്യോട് പറയുന്നത് ആര്യ എന്ന് വീട്ടിൽ പറയുന്നതിന് പകരം ശ്രുതി ആര്യോട് പറയുന്നത് കേൾക്കുന്ന ബിസ്മി വേറെ ആളോട് പറഞ്ഞാൽ വേറെ രീതിയിൽ വരും. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞത് ശ്രുതി ആര്യോട് പറഞ്ഞാൽ ആര്യ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും എന്നുള്ളതാണ്. അതിന് വേറെ രീതിയിലും വരാം. ശ്രുതി സംസാരിക്കുന്ന ആര്യോടാണ്, ശ്രുതി സംസാരിക്കുന്ന ആര്യോട് സംസാരിക്കുന്ന കേട്ടുന്നത് ബിസ്മി എന്ന് വേറെ ആളോട് പറയും. അപ്പൊ നേരത്തെ പറഞ്ഞ രീതി വരും. അതിൽ എഴുതിയില്ലേ, അത് അങ്ങനെ വരും. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ വാചകം ഇതായിരുന്നു. They said, അവര് പറഞ്ഞു, we miss our train. ഞങ്ങൾക്ക് ട്രെയിൻ മിസ്സാകാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ ട്രെയിൻ മിസ്സാവാറുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞു അവരുടെ ട്രെയിൻ മിസ്സാവാറുണ്ട്. They told that they missed, MISSED, missed. അവർ എന്നുള്ളത് their അല്ല, THEIR, their, അവരുടെ ട്രെയിൻ, their ട്രെയിൻ. ഇനി അടുത്തത് പറഞ്ഞത് he said, അവൻ പറഞ്ഞു you love your mother, നീ നിന്റെ അമ്മയെ സ്നേഹിക്കുന്നു. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്നെ പറയും, അവൻ പറഞ്ഞു ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കുന്നു, അങ്ങനെ പറയും. അപ്പൊ എന്ത് വരും? he told that I loved, യുവർ എന്നുള്ളത് മൈ എന്നാണ്. I loved my mother. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ. സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള ഒരു വാചകത്തെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് നമ്മളൊന്ന് മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്കാണ് മാറ്റി എഴുതേണ്ടത്. സിമ്പിൾ പാസ്റ്റിലേക്കാണ് മാറ്റി എഴുതേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എന്ത് പറഞ്ഞത്, ഓരോ ടെൻസുകളെ കുറിച്ചും ആ ടെൻസിന്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുക എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. യെസ്, അത് എന്തൊക്കെയാണ് ടെൻസിനുള്ള കാര്യം നമ്മൾ ആദ്യം പറഞ്ഞത്. യെസ്, ഓക്കെ. Now I am going to ask you some questions. ഇന്നലെ സമയക്കുറവ് മൂലം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചില്ല. ലാസ്റ്റ് ടൈപ്പ് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. യെസ്, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ ചോദിച്ചു നിർത്തിയത് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ദോഹ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ല? യെസ്. അപ്പൊ അടുത്ത ഒന്ന് രണ്ടോ ഞാൻ ചോദിക്കുകയാണ്. അതിന്റെ മാർക്കൊന്നും രേഖപ്പെടുത്തുന്നില്ല, മാർക്ക് രേഖപ്പെടുത്താനുള്ളത് കഴിഞ്ഞിട്ട് പ്രശ്നം. ഞാൻ ഇത് ചോദിച്ചോ, എ പോപ്പുലർ സൗത്ത് ഇന്ത്യൻ ഫുഡ് സെർവ്ഡ് വിത്ത് കോക്കനട്ട് ചട്നി, ദോശ, അത് പറഞ്ഞതാണല്ലേ? യെസ്, അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ? യെസ്, പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഞാൻ നിയമം പറയാണ്. ഫസ്റ്റ് ലെറ്റർ ഈസ് ഡി, നെക്സ്റ്റ് ലെറ്റർ ഈസ് ഒ. ഡി ഓയിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഡി ആൻഡ് ഒ. യെസ്, വെരി ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ, ആദ്യത്തെ ചോദ്യം, ദ ക്വാണ്ടിറ്റി ഓഫ് പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ. ദ ക്വാണ്ടിറ്റി ഓഫ് പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ. ഓക്കെ ശ്രുതി, അഞ്ജലി, സുലക്ഷ്മി, അൻസു കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് ഡോസേജ് അല്ലെങ്കിൽ ഡോസ്, DOSE, ഡോസ്. കറക്റ്റ് ആൻസർ. അടുത്തത്, എ ലാർജ് റൂം വിത്ത് എ നമ്പർ ഓഫ് ബെഡ്സ്, BDS, found in okay Sureshmi, actually found in hostels or schools. Okay, answer.
Okay, Srishmi and Suhira, correct answer. That is called dormitory. Yes, dormitory. Adutha. A dog breed of German origin. A dog breed of German origin. Okay, Srishmi, Doberman. Yes, answer. Thanks, Anjali. Correct answer. The answer is Doberman. Yes, okay. About the Indra Baki died the Chodhan Chodhit, Adangad finish. In a Chodhikan Chodhip, clue on Nula, Ella fill in the blanks. Nigla Saga chicken work it correct way. A way to view should then a general clue. Answer I am making the L. Love. L. Okay. The Pardilan corporate because Chia will do that. Yes. Question number 1. Okay, yes, Lishmi. When you find something funny, you dash. Answer. Sri Lishmi, Tansiya. Answer. Sri Lishmi and Tansiya. Okay. Hira. Yes. Okay. Ready, Anna? About when you find something funny, even the chiri, well, laugh is the answer. Further. A written message from one person to another. Hira Anjali Sulashmi. Hira Anjali and Srirashmi. Correct answer. The written message that is called letter. Another. Midday meal. MEAL. Midday meal. Answer. Anjali. Thanks here. Answer. Anjali. Thanks here. And Hira. Correct answer. Okay. The answer is lunch. Meaning high volume. Large, high volume. VOLUME. Anjali, Srishmi, answer. Anjali, Srishmi, and answer. Yes, correct answer. The answer is loud. Loud means uchatil or okay. Correct. Another. The little one of sheep. SHEEP, sheep. Answer Anjali, Srishmi. Answer Anjali, Srishmi, Hira. Okay. Yes. Okay. Hira. Okay. Lamb. Little one. Little one. Yes. New situation meaning one word. When you don't feel
like doing anything. When you don't feel like doing anything. Ansu, Srilashmi, Ansu, Hira, Tansiya. Ansu, Hira, Tansiya, Anjali. Okay, okay. I did a good idea. So the children. Yes. Anjali. Yes, Anjali, Anjali. Okay, 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 okay. Yes. That is called lazy. Anjali. Yes, Anjali, Anjali Sudhi Chile. Sudhya Sumusware. She did. Okay, 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 okay. Yes, Sherry. Other 366 366 days make a dash here. Srilashmi, Anjali, Ansu. Srilashmi, Anjali, Ansu. That is 366 leap year. 365 66 leap year. Yes. Very simple. Opposite of right. R-A-G-H-T. Right. Srilashmi, Anjali, here. Srilashmi, Anjali, here. Yes. Right and opposite left. Another opposite of truth. T-R-U-T-H. Truth. Sruthi, Srilashmi, Ansu. Sruthi, Srilashmi, and Ansu. Correct answer. Lie. No. Another. Fill in the blanks. The statue of dash. Anjali, Ansu, Srilashmi. Anjali, Ansu, Srilashmi. Correct answer. The Statue of Liberty. 7 wonders repeated. A sour, S-O-U-R, sour, puli. A sour fruit, F-R-U-I-T. Ansu, Sudhi, Hira. Ansu, Sudhi, Hira. Yes, lime, lemon, fancy. Yes, okay. Yes, okay. Yes, fancy. Yes. Opposite of live, L-I-V. Oh, sorry. ഞാൻ ആൻസർ പറഞ്ഞു പോയി. ഓപ്പോസിറ്റ് ഓഫ് ഡെഡ് ആണ് ഉദ്ദേശിച്ചത്. അതിനെയാണ് ലീവ് എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ വിട്ടേര്. ക്യാൻസൽ കേട്ടോ. അടുത്തത് to hear, H-E-A-R, hear carefully. To hear carefully. Ansu, Anjali, Srilashmi. Ansu, Anjali, and Srilashmi. The correct answer? The answer is listen. L-I-S-T-E-N. That's very similar. A makeup you put on your lips. Srilashmi, Anjali, Tansiya. Srilashmi, Anjali, and Tansiya. The answer is correct. The answer is lipstick. Lipstick. Correct answer. Article.
A small reptile, REPTL, that crawls on wall. Ansu, Sudhi, Tansia. Ansu, Sudhi, Tansia, Hira. Yes, okay. The answer is lizard. Gavli vargathilpettadana lizard. Adutha. A pink flower that closes its petals at night. ശരിയായ ആൻസർ വന്നിട്ടില്ല. ആൻസു, താൻസിയ, സുധി. ആൻസു, താൻസിയ, സുധി. യെസ്, ദ ആൻസർ ഇസ് ലോട്ടസ് ആണ്, ലില്ലി അല്ല, ലോട്ടസ്. വൈകുന്നേരങ്ങളിൽ അതിന്റെ പെറ്റൽസ് കൂമ്പി പോകും. ഹീര, ഓക്കെ ഹീര, ഡോണ്ട് വറി. യെസ്, ഓക്കെ. Yes, Arthur. A bunch of things that is needed to be done or brought written on a piece of paper. Written on a piece of paper. A bunch of things. ലെറ്റർ അല്ല, വേറൊരു പേര് പറയാമോ? ലവ് അല്ല. നമ്മൾ കടകളിലേക്കൊക്കെ പോകുമ്പോൾ തയ്യാറാക്കുന്ന സംഗതിയാണ്. ഓക്കെ. ശ്രീലക്ഷ്മി, ഹീര ഉണ്ട്. പിന്നെ ഒരാൾ ഉണ്ടായിരുന്നില്ലായിരുന്നു. ശ്രീലക്ഷ്മി, ഹീര, ശ്രുതി അല്ലേ? ശ്രുതി. Okay. Yes. Okay. Yes, very good. അപ്പോ ആ സംഗതി അവസാനിക്കുകയാണ്. ഞാൻ അടുത്തതിലോട്ട് കിടക്കുകയാണ്. അടുത്തലോട്ട് കിടക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരത്തിന്റെ ഫസ്റ്റ് ലെറ്റർ എൻ എന്നാണ്, നമ്പർ എൻ. രണ്ടാമത്തെ ലെറ്റർ എ എന്നാണ്, ആദം, എ, എൻ എ. ഓക്കെ, എന്നയിൽ ആരംഭിക്കുന്ന ആയിരിക്കുന്നത് ആൻസർ. യെസ്, ചോദ്യം ഇതാണ്. ടു ഇറിറ്റേറ്റ്, IRRITAT. ടു ഇറിറ്റേറ്റ് അല്ല, അങ്ങനെ എത്തിയിട്ടില്ല. കംപ്ലെയിൻ again and again. To irritate or complain again and again. വേറൊരു വേർഡാണ്. To irritate or complain again and again. യെസ്, കാര്യമില്ലാത്തതുകൊണ്ട് ആ പോയിന്റ് ഞാൻ എടുക്കുന്നത് NAG, നാക് ഇടാം, NAG. ഓക്കെ. യെസ്, അപ്പൊ ഞാൻ എടുത്തു. യെസ്, അടുത്തത് നോട്ട് വെയറിങ് എനി ക്ലോത്ത്സ്. നോട്ട് വെയറിങ് എനി ക്ലോത്ത്സ്. ഓക്കെ, സ്പെല്ലിംഗ് തെറ്റിപ്പോഴേക്കും ശ്രുതി, ശ്രീലക്ഷ്മി, അഞ്ജലി. ശ്രുതി, ശ്രീലക്ഷ്മി, അഞ്ജലി, ഹീര. യെസ്, ആൻസർ ഇസ് കറക്റ്റ്. The answer is naked. Answer ഉണ്ടോ? Yes, okay, answer. The answer is naked.
Yes. Okay, here വന്നിട്ടുണ്ട്. A word by which a person is known. A bird by which a person is known. Ansu, Anjali, Suni. Ansu, Anjali, and Suni. Correct, Anna? That is by name. Name. Yes. Another. Someone who trusts others very easily or innocently. Someone who trusts others very easily or innocently. Correct. Hira, Sruthi, Srirashmi. Hira, Sruthi, and Srirashmi. Okay, correct. Name. N-A-I-V-E. Yes, correct answer. Another. Woman who take care of children. Woman who take care of children. Anjali, Sruthi, Srilashmi. Anjali, Sruthi, and Srilashmi. Then Siya. Yes. The answer is okay. The answer is nanny. Yes. அடுத்தது short sleep during the day. Sruthi and Srilashmi. Sruthi and Srilashmi. Correct answer, Anna. That is called nap. Napping. அடுத்தது a large group of people. A large group of people under one government. Under one government. Srilashmi, Sruthi, Anjali. Srilashmi, Sruthi, and Anjali. Okay, the answer is nation. The answer is nation. Another. A cloth, C-L-O-T-H, used to wipe mouth or hands. Used to wipe. Tansia, Anjali, Srirashmi. Tansia, Anjali, and Srirashmi. Okay, the answer is napkin. Napkin, correct answer. അടുത്തത് ഒരു മീനിങ് ആണ് ഞാൻ പറയുന്നത്. വൺ വേർഡ് പറയാം. നോട്ട് വൈഡ്. നോട്ട് വൈഡ്. ശ്രീലക്ഷ്മി, അഞ്ജലി, ആൻസു. ശ്രീലക്ഷ്മി, അഞ്ജലി, ആൻഡ് ആൻസു. കറക്റ്റ് ആണ്. വൈഡ് വിശാലമായ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ നോട്ട് വൈഡ് എന്ന് പറയുമ്പോൾ വരുന്നത് നാരോ, ഇടുങ്ങിയ. നേർത്തത്. ഓക്കെ ശ്രീലക്ഷ്മി. അടുത്ത ഒരു മീനിങ് ആണ്. അതിന്റെ വൺ വേർഡ് പറഞ്ഞാൽ മതി. വെരി അൺപ്ലസന്റ് ഓർ റൂഡ്. വെരി അൺപ്ലസന്റ് ഓർ റൂഡ്. വെരി അൺപ്ലസന്റ് ഓർ റൂഡ്. ഇതൊക്കെയാണ്. പക്ഷെ ഇതിനേക്കാളും കുറച്ച് ആപ്റ്റായ വാക്കുണ്ട്. നോട്ടി എന്ന് പറയുമ്പോൾ വികൃതി എന്നാണ് പറയുന്നത്. വെരി അൺപ്ലസന്റ്. ആൻസു, താൻസിയ, സുധി. ആൻസു, താൻസിയ, ആൻഡ് സുധി. കറക്റ്റ് ആൻസർ നാസ്റ്റി. Nasty. Yes. Okay. അപ്പൊ ഞാൻ നിങ്ങളുടെ പോയിന്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തി വെക്കട്ടെ.
കാര്യമായ പോയിന്റുകളൊക്കെ ഉണ്ട്. യെസ്, ഓക്കെ. അപ്പോഴേക്കും എന്ത് വേണം ശ്രീലക്ഷ്മി? അപ്പൊ ഞാൻ പോയിന്റുകൾ പറയാം. ധാൻസിയ 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 10 പോയിന്റ്. ഹീര 12 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 12 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ശ്രുതി 13 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 13 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അഞ്ജലി 16 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ആൻസു 17 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 17. ശ്രീലക്ഷ്മിയാണ് ടോപ്പ്. 18 ഒരു പോയിന്റിന് വ്യത്യാസം വന്നിട്ടുള്ളൂ. യെസ്, 18 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോ പോയിന്റ് ലഭിച്ചവർക്കും കുറഞ്ഞ് ലഭിച്ചവർക്കും കൂടുതൽ ലഭിച്ചവർക്കും ഒരുപോലെ ആശംസകൾ അറിയിക്കുന്നു. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. We will meet in the next class. Okay, bye. Okay, Hira.